യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ കാമുകി എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങളിൽ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിച്ചത്. തന്റെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിച്ചതെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് കൊല്ലം വനിതാ സെല്ലിന് സിനി സീരിയൽ ആർട്ടിസ്റ്റ് ആശ പരാതി നൽകിയത്. പൾസർ സുനിയെ തനിക്ക് പരിചയമില്ലെന്ന് ആശ പറഞ്ഞു. ഫോട്ടോസ് എല്ലാം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോസുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ പൾസർ സുനിയുടെ ഒരു കാമുകിയാണെന്ന് പറഞ്ഞുള്ള വാർത്തയുണ്ട്. പക്ഷേ ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എനിക്ക് അറിയില്ല. എൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഒരു ക്രിമിനലിനെ കൂടെ വലിച്ചഴിക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് വാട്സപ്പിൽ മൊത്തം ഈ ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചടയമംഗലം പോലീസിന് ഫെബ്രുവരി 17-ന് ആശ പരാതി നൽകിയെങ്കിലും കൂടുതൽ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിച്ചതല്ലാതെ നടപടിയുണ്ടായില്ല. സമൂഹമാധ്യമങ്ങളിൽ തന്റെ മൊബൈൽ ഫോൺ നമ്പറും പ്രചരിച്ചതായും ആശ പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ട് എൻ്റെ ഫോൺ നമ്പർ ആരും, എനിക്കൊരു പാർലറും കൂടെ ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ കുടുംബമായിട്ട് താമസിക്കുന്നതിന് ഒരു പാർലറുണ്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അപ്പോൾ ഈ ഒരു പാർലറിൻ്റെ പേരും വെച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ ആരോ എങ്ങനെയോ എടുത്തിട്ട് ഈ ഒരു ഗ്രൂപ്പിലിട്ടിട്ട് ഇപ്പോൾ ഇന്നലെ തൊട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ആൾക്കാർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കണം. അപ്പോൾ കുറേ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഒന്ന് വാട്സപ്പിൽ പിന്നെ ആശയാണോ പിന്നെ ബോയ് ആണോ, നിങ്ങൾ ഒരു വോയിസ് മെസ്സേജ് അയക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കൂ, ഒന്ന് റിപ്ലൈ ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാട്സപ്പിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഇത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ചിത്രങ്ങൾ ആദ്യം പ്രചരിച്ച വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിനെ തിരിച്ചറിഞ്ഞെങ്കിലും ഇത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ മോശം മറുപടിയാണ് ഉണ്ടായതെന്നും ആശ പറഞ്ഞു. ഇത് ഞാനൊരു ആർട്ടിസ്റ്റാണ്. എൻ്റെ ആശ ശ്രീകുട്ടി എന്ന് പറഞ്ഞ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസാണ്. നിങ്ങളിതിനെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേന് അയാൾ എൻ്റെ അടുത്ത് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്തായാലും ഒരു അമ്മ കാണും, ചിലപ്പോൾ ഒരു പെങ്ങളും ഉണ്ടാവും. അപ്പോൾ അവർക്കുള്ളൊരു ഫോട്ടോസാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ എൻ്റെ ഫോട്ടോസ് എൻ്റെ അനുവാദം ഇല്ലാതെ എടുത്തിടാതെ ഈ നിങ്ങൾ അമ്മയുടെയോ പെങ്ങളെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇടാൻ എന്തോന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ചീത്ത പറഞ്ഞു എന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പ്രതികരിച്ചത്. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.